ഹരി ഓം. ദശകം 68, ശ്ലോകം 2. തദനു കാചന കൃഷ്ണ ത്വത്കരാംബുജം സപതി ഗൃഹ്ണതി കൃഷ്ണ നിർവിശങ്കിത ഘനപയോധരേ കൃഷ്ണ സന്നിധായ സാ പുളകസംവൃത കൃഷ്ണ തസ്തുഷീചിരം. ഇതിനകത്ത് പദങ്ങളൊന്നും അങ്ങനെ പിരിക്കാനില്ല. തദനു കാചന ത്വത് കരാംബുജം സപതി ഗൃഹ്ണതി നിർവിശങ്കിത ഘന പയോധരേ സന്നിധായ സാ പുളക സംവൃത തസ്തുഷീ ചിരം. അടുത്ത 4 ശ്ലോകം കൊണ്ട് ഗോപികളുടെ ആ പ്രേമാനന്ദ ചേഷ്ടകളെയാണ് വർണ്ണിക്കുന്നത്. ശ്ലോകം 2 അന്വയവും അർത്ഥവും. തദനു കാചന ത്വത്കരാംബുജം നിർവിശങ്കിത സപതി ഗൃഹ്ണതി ഘനപയോധരേ സന്നിധായ സാ പുളകസംവൃത ചിരം തസ്തുഷീ. തദനു കാചന അനന്തരം ഒരു ഗോപസ്ത്രീ ത്വത്കരാംബുജം നിർവിശങ്കിത സപതി ഗൃഹ്ണതി. ത്വത്കരാംബുജം നിന്തിരുവടിയുടെ ആ താമരപ്പൂ പോലെയുള്ള കയ്യ് നിർവിശങ്കിത സപതി ഗൃഹ്ണതി, യാതൊരു ശങ്കയും കൂടാതെ യാതൊരു നാണവും കൂടാതെ പെട്ടെന്ന് കടന്നു പിടിച്ച് സപതി ഗൃഹ്ണതി പെട്ടെന്ന് കടന്നു പിടിച്ച് ഘനപയോധരേ സന്നിധായ അവളുടെ ആ തടിച്ച ആ സ്ഥലങ്ങളിൽ വെച്ചിട്ട് സാ പുളകാവൃത ചിരം തസ്തുഷി സാ അവൾ പുളകാവൃത ചിരം തസ്തുഷി ദേഹമെല്ലാം കോൾമയിർ കൊണ്ട് വളരെ നേരം നിന്നുപോയി. അപ്പോൾ ഒരു ഗോപിക അങ്ങയുടെ കരപങ്കജം യാതൊരു നാണവും കൂടാതെ കടന്നു പിടിച്ച് തൻ്റെ ആ സ്ഥലങ്ങളുടെ മുകളിൽ വെച്ചിട്ട് ആ സ്ഥലങ്ങളിൽ അങ്ങയുടെ ആ കരസ്പർശനമേറ്റതിനാലുണ്ടായ ആ പുളകത്താൽ അപാത ചൂടമാവൃതയായി വളരെ നേരം അതേ നിൽപ്പു നിന്നുപോയി എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. തദനു കാചന കൃഷ്ണ ത്വത്കരാംബുജം സപതി ഗൃഹ്ണതി കൃഷ്ണ നിർവിശങ്കിത ഘനപയോധരേ കൃഷ്ണ സന്നിധായ സാ പുളകസംവൃത കൃഷ്ണ തസ്തുഷീചിരം.